ഓരോ നടന്മാര് ഒരു 100 കോടി ക്ലബിലേക്ക് ഇടനേടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഈ സമയത്ത് 400 കോടി ക്ലബിലാണ് സാക്ഷാൽ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ കയറിയിട്ടുള്ളത്. 400 കോടി ക്ലബുള്ള ഏക മലയാള നടൻ. അതേപോലെ തന്നെ ഒരു വർഷം 200 കോടി നേടിയിട്ടുള്ള ഒരു ഇന്ത്യൻ നടൻ. അതാണ് നമ്മുടെ സാക്ഷാൽ മോഹൻലാൽ. എന്തായാലും സിനിമ ഗംഭീര കളക്ഷനും കാര്യങ്ങളൊക്കെ നേടിയിട്ടേ തിയേറ്റർ വിടൂ. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം അത്രയും കുടുംബ പ്രേക്ഷകരാണ് സിനിമയ്ക്ക് ഓരോ ദിവസവും തള്ളി കയറുന്നത്. തിങ്കളെന്നില്ല, ചൊവ്വാന്നില്ല, ബുധനില്ല, എല്ലാ ദിവസവും ഒരേപോലെയാണ് ബുക്കിംഗ് കാര്യങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകാരൊക്കെ വളരെയധികം സന്തോഷത്തിലാണ്. പിന്നെ 100 കോടി ക്ലബിൽ ഇടം നേടിയ ആ ഒരു സന്തോഷം കാര്യങ്ങളും പങ്കുവെക്കാൻ കൊണ്ടാട്ടം എന്ന് പറയുന്ന ഒരു പ്രൊമോ സോങ് കൂടി ഇന്നലെ ഇറക്കി വിട്ടു. സത്യം പറയുകയാണെങ്കിൽ ഈ പ്രൊമോ സോങ് കണ്ടപ്പോൾ ഈ പാട്ട് സിനിമയിൽ വേണ്ടതായിരുന്നു എന്ന് തോന്നി. ആദ്യ ദിവസം ആദ്യ ഷോയിലൊക്കെ ആ പാട്ട് തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഓളം, അത് തിയേറ്ററിൽ ആ പാട്ട് ഇട്ട് നോക്കണം, അപ്പം മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം ഇതുപോലെ ആഹ്ലാദിക്കാനും തുള്ളിച്ചാടാനും അതുപോലെ തന്നെ ഇത്രയും എനർജറ്റിക് ആയിട്ട് ഈ ഒരു വയസ്സിലും ഇങ്ങനെ സ്റ്റെപ്പുകൾ വെക്കുന്ന ലാലേട്ടനെയൊക്കെ നമ്മൾ തിയേറ്ററിൽ കാണാതിരുന്ന അതിന്റെ നഷ്ടമായിരിക്കാം. ഇതിപ്പോൾ പ്രൊമോ സോങ് കാരണം ഇട്ടു, യൂട്യൂബിൽ ഇട്ടു, അതുപോലെ തന്നെ മറ്റുള്ള മൊബൈലിൽ കാണുമ്പോൾ കിട്ടുന്നതിന്റെ ഡബിൾ എഫക്റ്റ് ആയിരിക്കും തിയേറ്ററിൽ ഈ സിനിമയുടെ പാട്ട് ആ ഒരു സമയത്ത്, അതായത് റിലീസിന്റെ സമയത്ത്. ഇപ്പൊ ഫുള്ള് കുടുംബ പ്രേക്ഷകരാണ്, നമുക്ക് വലിയ രീതിയിൽ ആഘോഷിക്കാനും അതുപോലെ തന്നെ കൈയടിക്കാനും മിസ്സടിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. വളരെയധികം സൈലന്റ് ആയിട്ട് എല്ലാവരും കാണുന്നത്. പക്ഷേ സിനിമയുടെ 1-2 ദിവസങ്ങളുണ്ടല്ലോ, ആദ്യം ഇറങ്ങുന്ന 1-2 ദിവസം, ആ സമയത്തൊക്കെയാണ് ഈ പാട്ട് കിട്ടുന്നത്. കിട്ടിയിരുന്നെങ്കിൽ ലാലേട്ടൻ ഫാൻസ് തിയേറ്റർ അടിച്ച് പൊളിച്ചേനെ. ആ ലെവലിലേക്ക് സിനിമയുടെ കാര്യങ്ങൾ പോയേനെ. തിയേറ്ററിൽ കാണാൻ പറ്റില്ലെങ്കിൽ മൊബൈലിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഒരുപാട് തവണ ആളുകൾ കേട്ടിട്ടുണ്ടാവും. ഗംഭീര പാട്ടാണ്, അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടനെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് രസമാണ്, എന്ത് രസം അദ്ദേഹത്തിന്റെ ഡാൻസ്, എന്ത് രസം അദ്ദേഹത്തിന്റെ സ്റ്റെപ്പുകൾ. സംവിധായകനായിട്ടുള്ള തരുൺ മൂർത്തിയും ഒട്ടും മോശമല്ല, അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടന്റെ കൂടെ ആ പാട്ടിൽ നല്ല രസത്തിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. എവിടേക്കോ ഒരു മോഹൻലാലിന്റെ ഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് തരുൺ മൂർത്തിക്ക്. അപ്പൊ എന്തായാലും ഇതാണ് ഫാൻ ബോയ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആരാധകൻ ഒരു ഇഷ്ടപ്പെടുന്ന നടനെ വെച്ച് ഒരു സിനിമ എടുക്കുമ്പോൾ അതിന്റെ മാക്സിമം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് ചെയ്യാൻ ബാക്കി ഉണ്ടാവായിരിക്കാം, പക്ഷെ മാക്സിമം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതില്. അപ്പൊ എന്തായാലും ഇതുപോലത്തെ സംവിധായകർ മോഹൻലാലിനെ വെച്ചിട്ട് സിനിമ ചെയ്യണം, എങ്കിൽ മാത്രമേ സിനിമ വ്യവസായം തന്നെ ആ ഒരു തോളിൽ ഭദ്രമായിട്ടിരിക്കുള്ളൂ.